സോ നമ്മൾ നെക്സ്റ്റ് 5th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. 5th മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ പ്രോസസ് കൺട്രോൾ ന്യൂമാറ്റിക്സ്, അതാണ് 5th മൊഡ്യൂളിൽ വരുന്നത്. ഇതിൽ വരുന്നത് പ്രോസസ് കൺട്രോൾ ന്യൂമാറ്റിക്സ്, അതിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് സിഗ്നൽസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഫ്ലാപ്പർ നോസിൽ, വോളിയം ബൂസ്റ്റർ, എയർ റിലേ ആൻഡ് ഫോഴ്സ് ബാലൻസ് പ്രിൻസിപ്പിൾ, ന്യൂമാറ്റിക് കൺട്രോളേഴ്സ്, പ്രൊപ്പോർഷണൽ കൺട്രോളർ, പ്രൊപ്പോർഷണൽ പ്ലസ് ഇൻറ്റഗ്രൽ കൺട്രോളർ, പ്രൊപ്പോർഷണൽ പ്ലസ് ഇൻറ്റഗ്രൽ പ്ലസ് ഡെറിവേറ്റീവ് കൺട്രോളർ, ഫെയിൽ അപ്പ് ആൻഡ് ഫെയിൽ ഡൗൺ ആക്ച്വേറ്റർ ആൻഡ് PA ആൻഡ് IP കൺവേർട്ടർ. ഇതാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. നിങ്ങൾക്കറിയാം 5th ഉം 6th കൂടുതൽ പ്രിഫറൻസ് ഉള്ളത്, 20% മാർക്ക് വരുന്നത്. സോ ചെറിയ മൊഡ്യൂളാണ്, ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനും. സോ ഇതിൽ ഫസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ പ്രോസസ് കൺട്രോൾ, ഇൻഡസ്ട്രിയൽ പ്രോസസ് കൺട്രോൾ. എല്ലാ ഇൻഡസ്ട്രീസിലും പ്രോസസ് കൺട്രോളിൽ എന്താണ് ഓട്ടോമാറ്റിക് കൺട്രോൾ ചെയ്യുന്നത്. പ്രോസസ് എന്തെങ്കിലും ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഫ്ലോ അല്ലെങ്കിൽ പ്രഷർ, ഇതൊക്കെ നമ്മൾ മെഷർ ചെയ്ത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ്ലി അതിൻ്റെ മെഷർ ചെയ്യുക, അതിൻ്റെ കറക്റ്റ് വാല്യൂവിൽ അല്ലെങ്കിൽ സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ട് കറക്റ്റ് വാല്യൂവിൽ സെറ്റ് ചെയ്യുക, മോണിറ്ററിങ് ഒക്കെ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോസസ് വേരിയബിൾ, ആ ചേഞ്ച് ചെയ്യുന്ന ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, പ്രോസസ് വേരിയബിൾ എന്ന് പറയും. പ്രോസസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഏത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം, നമ്മളെ റൂമിൽ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ടെമ്പറേച്ചറാണ് അതിൻ്റെ പ്രോസസ് വേരിയബിൾ. ടെമ്പറേച്ചറാണ് ഏതാണോ വേരി ചെയ്യുന്നത് പ്രോസസ്സ്. നമുക്ക് ടെമ്പറേച്ചർ ആവാം, പ്രഷർ ആവാം, ഫ്ലോ ആവാം, എന്തും ആവാം. ഒരു ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റത്തിൽ നമുക്ക് ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, അപ്പോൾ മേ ബി ഒരു 25 ഡിഗ്രീസ് ആണ് നമ്മളെ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് വേണ്ടത്, കണ്ടിന്യൂസ് ആയിട്ട് നിർത്തേണ്ടത്. ആ ഒരു 25 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് ഏതാണോ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള വാല്യൂ, ആ വാല്യൂവിനെ നമ്മൾ സെറ്റ് പോയിന്റ് എന്ന് പറയും, SP സെറ്റ് പോയിന്റ്. ഇനി കറൻ്റ്ലി പ്രസൻ്റ്ലി നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോസസ് വേരിയബിൾ. ഇവിടെ പ്രോസസ് വേരിയബിൾ അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ, ഈ പ്രോസസ് വേരിയബിൾ അല്ല, പ്രസൻറ്റ് വാല്യൂ ആണ്. പ്രസൻറ്റ് വാല്യൂ എന്താണ്, പ്രോസസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. പ്രസൻറ്റ് വാല്യൂ അപ്പോൾ ഫോർ എക്സാമ്പിൾ 25 ആണ് നമുക്ക് നമ്മളെ ഡിസൈഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. 26 അല്ലെങ്കിൽ 27 ടെമ്പറേച്ചർ ആയാൽ എന്താണ് സംഭവിക്കുക, AC എന്ത് ചെയ്യും, 27 ഉള്ളത് 25 ആക്കി കുറയ്ക്കണം. സോ എന്ത് ചെയ്യണം, AC നമുക്ക് കൂളിംഗും ഉണ്ട് ഹീറ്റിങ്ങും ഉണ്ട്. കൂളിംഗ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് 27 ആക്കും. സിമിലർലി തന്നെ ഒരു 23 ഡിഗ്രി വന്നാൽ എന്ത് ചെയ്യണം, നമുക്ക് ഹീറ്റ് ചെയ്ത് 25 ആക്കണം. അതിന് ഹീറ്റിംഗ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ, ഒരു കൺട്രോളർ, എല്ലാ AC-ലാണെങ്കിൽ ഒരു കൺട്രോളർ ഉണ്ടാവും. ആ കൺട്രോളർ ബേസിക് ഒരു കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രോസസ് കൺട്രോൾ സിസ്റ്റത്തിൽ ഉണ്ടാവും. പ്രോസസ് വേരിയബിൾ ഉണ്ടാവും, ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ടാവും. ആ പ്രോസസ് വേരിയബിൾ മെഷർ ചെയ്യാനുള്ള സെൻസേഴ്സ് ഉണ്ടാവും. കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് ഇതിൽ പറഞ്ഞത്. കൺട്രോളർ ഉണ്ടാവും, പ്രോസസ് വേരിയബിൾ ഉണ്ടാവും, അതിൻ്റെ സെൻസേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റത്തിൽ എന്താണ്, ആ ടെമ്പറേച്ചർ സെൻസേഴ്സ് ഉണ്ടാവും. ടെമ്പറേച്ചർ സെൻസർ 27 ആണെങ്കിൽ 27 കൊടുക്കും. 27 കൊടുത്താൽ ആ കൺട്രോളർ അത് കാൽക്കുലേറ്റ് ചെയ്യും. 27 - 25 അല്ലെങ്കിൽ 25 - 27, അപ്പോൾ -2 കിട്ടും. അപ്പോൾ കൺട്രോളറിന് മനസ്സിലാവും ടെമ്പറേച്ചർ കൂട്ടണോ കുറയ്ക്കണോ എന്ന്. അതിനനുസരിച്ച് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ നമ്മളെ 25 എന്നുള്ള വാല്യൂവിനെയാണ് നമ്മൾ സെറ്റ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ആ പ്രോസസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ മെഷർ ചെയ്യുന്നത്, ടെമ്പറേച്ചർ, പ്രസൻറ്റ് വാല്യൂ, PV എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ആണ്. സോ ആ സെറ്റ് പോയിന്റും പ്രസൻറ്റ് വാല്യൂവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഡിഫറൻസിന് നമ്മൾ എറർ എന്ന് പറയും. ആ എറർ മാക്സിമം റെഡ്യൂസ് ചെയ്ത് SP മൈനസ് പ്രസൻറ്റ് വാല്യൂ മാക്സിമം റെഡ്യൂസ് ചെയ്ത് 0 ആക്കാനാണ് എല്ലാ പ്രോസസ് കൺട്രോൾ സിസ്റ്റവും യൂസ് ചെയ്യുന്നത്. എല്ലാ പ്രോസസ് കൺട്രോളിലും എന്തത് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രസൻറ്റ് വാല്യൂ. അതിനെ കൺട്രോൾ ചെയ്ത് അതിനെ കമ്പയർ ചെയ്യുക, വിട്ട് സെറ്റ് പോയിന്റ് ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അതാണ് ചെയ്യുന്നത്. സോ ഇനി നമ്മൾ ഈ ജനറലി എല്ലാ കൺട്രോൾ സിസ്റ്റത്തിലും യൂസ് ചെയ്യുന്നത് എന്താണ്, ഇലക്ട്രിക്കൽ ഔട്ട്പുട്ടായിരിക്കും കൂടുതൽ. എല്ലാ ക്ലോസ്ഡ് ലൂപ്പ്, ഇത് ക്ലോസ്ഡ് ലൂപ്പാണ്. ക്ലോസ്ഡ് ലൂപ്പും ഓപ്പൺ ലൂപ്പും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ക്ലോസ്ഡ് ലൂപ്പാണ് കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കൺട്രോൾ സിസ്റ്റത്തിനും നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൽ ഒരു സൈഡ് അല്ലെങ്കിൽ കൺട്രോളിങ് ഫാക്ടറായിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ ഫാക്ടേഴ്സ്, ഇതർ എന്താണ് വോൾട്ടേജ് ഓർ കറൻറ്റ്, യൂഷ്വലി കറൻറ്റ് ആണ് അല്ലെങ്കിൽ വോൾട്ടേജ് ആണ് നമ്മൾ ഒരു ഫാക്ടറായിട്ട്, കൺട്രോളിങ് ഫാക്ടറായിട്ട്. ഇപ്പോൾ ടെമ്പറേച്ചറിൻ്റെ കേസിൽ തന്നെ ടെമ്പറേച്ചറിനെ അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ കറണ്ട് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ മൈക്രോ കൺട്രോളറിലേക്ക് കൊടുക്കുന്നത്. ഇത് മൈക്രോ കൺട്രോളറിൻ്റെ ഒക്കെ അല്ലെങ്കിൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒക്കെ ഡെവലപ്പ് കൊണ്ട് തന്നെ കമ്പ്യൂട്ടർ പവറും അല്ലെങ്കിൽ നല്ല നല്ല കൺട്രോളേഴ്സൊക്കെ
ടെക്നോളജി ഡെവലപ്പ് ചെയ്തതായപ്പോൾ തന്നെ ഇലക്ട്രിക്കൽ സിസ്റ്റമാണ് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രോസസ് കൺട്രോൾസ് അല്ലെങ്കിൽ കൺട്രോൾസിന് ഇൻഡസ്ട്രിയൽ കൺട്രോൾ ആപ്ലിക്കേഷൻസിനൊക്കെ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പെട്രോ കെമിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോ നടക്കുന്ന ഇൻഡസ്ട്രീസിൽ ആ ഫ്ലൂയിഡ് ഫ്ലോ ഒരു പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസിലാണെങ്കിൽ പെട്രോളിയം പ്രൊഡക്ട്സ് അതോടെ നമ്മൾ ഇലക്ട്രിക്കൽ കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്ത ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ ഒരു മിസ്റ്റേക്ക് കാരണം വല്ല സ്പാർക്കോ അങ്ങനെ എന്തെങ്കിലും ജനറേറ്റ് ചെയ്താൽ ടോട്ടൽ സിസ്റ്റം അസാർഡ്സ് അല്ലെങ്കിൽ ഫുൾ സിസ്റ്റം ഫയർ ആവാൻ എക്സ്പ്ലോസീവ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തുള്ള കേസിൽ ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന് പകരം ന്യൂമാറ്റിക് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് ഇക്വലന്റ് ടു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന് ഇക്വലന്റ് ആയിട്ട് എയർ അതായത് എയർ ഫ്ലോ ആണ് നമ്മൾ കറണ്ട് ഫ്ലോയ്ക്ക് പകരം ഇക്വലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇലക്ട്രോണിക് സിസ്റ്റത്തിലെ കറണ്ടിന് ഇക്വലന്റ് ആണ് ന്യൂമാറ്റിക് സിസ്റ്റത്തിന്റെ എയർ ഫ്ലോ. നമ്മൾ മെയിൻലി നമ്മൾ കറണ്ടിനൊക്കെ 4 മില്ലി ആംപിയർ ടു 20 മില്ലി ആംപിയർ വോൾട്ടേജ് 0 to 230 വോൾട്ട് അതൊക്കെയാണ് നമ്മൾ കൺട്രോളിങ് ഫാക്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആ 4 to 20 മില്ലി ആംപിയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു 0 to 1500 ഫ്ലൂയിഡ് ഫ്ലോ ആയിട്ടാണ് നമ്മൾ ഇക്വലന്റ് ആക്കുന്നത്. 4 to 20 മില്ലി ആംപിയറിനെ ഇക്വലന്റ് ടു 1500 ഫ്ലോ പെർ മിനിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. എന്താ ഇലക്ട്രിക്കൽ സിഗ്നൽസ് യൂസ് ചെയ്താൽ എന്താണ് ഷോക്ക് ഹസാർഡ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ന്യൂമാറ്റിക് സിസ്റ്റം എയർ മാത്രമാണ്. സോ നമുക്ക് എന്ത് ചെയ്യുക ഹസാർഡ്സ് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് എൻവയോൺമെൻറ്റിൽ കൂടുതലായിട്ടും ന്യൂമാറ്റിക് സിസ്റ്റം യൂസ് ചെയ്യാം. സോ ഇതിൻ്റെ ഫസ്റ്റ് ടോപ്പിക് വരുന്നതാണ് സിഗ്നൽസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞൊരു കാര്യം. സിഗ്നൽസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ന്യൂമാറ്റിക് സിഗ്നൽസ് ഏതൊക്കെയാണോ എന്നുള്ളത് കണ്ടുപിടിക്കുക. അതാണ് ഇപ്പോൾ പറഞ്ഞു ഇലക്ട്രിക്കൽ കറണ്ടിന് ഇക്വലൻ്റ് ആണ് വോൾട്ടേജ് എയർ ഫ്ലോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പ്രഷർ എന്ന് പറഞ്ഞു. എല്ലാ കേസിലും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ generally signals in a process control system are generally represented by a pressure which varies over 0.2 to 1 bar. അതാണ് ഒരു ഐഡിയൽ ഒരു പ്രഷർ റേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ 4 to 20 മില്ലി ആംപിയറിന് ഇക്വലൻ്റ് ആയിട്ട് തന്നെ പറയാം 0.2 to 1 bar ആണ് നമ്മൾ ടോട്ടൽ സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇക്വലൻ്റ് ടു what flow 0 to 1500 ഫ്ലോയിനും ഇക്വലൻ്റ് ആണ്. സോ ഒരു 0.2 ബാർ ഈക്വലൻ്റ് ടു 0 ഫ്ലോ. സിമിലർലി 1 ബാർ ഈക്വലൻ്റ് ടു 1500 ഫ്ലോ. സോ നമുക്കപ്പോൾ ഒരു എന്താ മൾട്ടിപ്ലൈ ചെയ്ത് ഓരോ ഇപ്പോൾ 1000 ഫ്ലോയ്ക്ക് എത്ര കറസ്പോണ്ടിങ് പ്രഷറാണ് അല്ലെങ്കിൽ ഒരു 0.5 പ്രഷറിന് എത്ര ഫ്ലോ ആണ് എന്നൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ വരുന്ന ഒരു സാധനം ഒരു ഫ്ലൂയിഡ് ഫ്ലോ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു ഫ്ലോ നമ്മൾ ടെമ്പറേച്ചർ കൺട്രോളിൽ എന്താ പറഞ്ഞത് ടെമ്പറേച്ചർ കണ്ടിന്യൂസ്ലി മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ സെറ്റ് വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഈ നമ്മുടെ പ്രോസസ് കൺട്രോൾ അല്ലെങ്കിൽ ന്യൂമാറ്റിക് കൺട്രോൾ സിസ്റ്റത്തിൽ എന്താ ചെയ്യുന്നത് ഒരു പൈപ്പിലൂടെ ഫ്ലൂയിഡ് അല്ലെങ്കിൽ എയർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു സെൻസർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷർ മെഷർ ചെയ്യുന്നു. സെൻസർ മെഷർ ചെയ്യുമ്പോൾ എന്ത് ചോദിക്കും നമ്മളെ റിക്വയർഡ് പ്രഷറിനേക്കാളും കൂടുതലാണ് ആ ഫ്ലോ ചെയ്യുന്ന പ്രഷർ നമ്മളെ ഡിസൈർഡ് പ്രഷറിനേക്കാളും കൂടുതലാണെന്ന് കണ്ടാൽ എന്ത് ചെയ്യും നമ്മൾ ഒരു സ്പെഷ്യൽ വാൽവ് ഉണ്ടാവും. ആ വാൽവ് ഓപ്പൺ ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന പ്രഷർ നമ്മൾ ആ വാൽവിലൂടെ റിമൂവ് ചെയ്യും. ഇനി സം കേസസ് എന്താണ് പ്രഷർ കുറവാണ് എന്ന് പറയാം. പ്രഷർ കുറവാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ സപ്ലൈൻ്റെ ഓപ്പണിങ് കൂടുതൽ ഓപ്പൺ ചെയ്തിട്ട് അല്ലെങ്കിൽ കൂടുതൽ പമ്പിങ് ചെയ്തിട്ട് നമ്മൾ ആ പവർ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് കൂട്ടി കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ പ്രഷർ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രോസസ് കൺട്രോൾ സിസ്റ്റത്തിൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാ കേസിലും എന്താ ചെയ്യുന്നത് ടോട്ടൽ സിസ്റ്റത്തിന് നമ്മളൊരു
എയർ ഫ്ലോ അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസിൻ്റെ ടേംസിലേക്ക് ചേഞ്ച് വരുത്താനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് ഈ സിഗ്നൽസ് ആൻഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഇതാണ്, എന്തിന് എങ്ങനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസിന് ഇക്വലൻ്റ് ആയിട്ട് പ്രോസസ് കൺട്രോളിനെ എങ്ങനെ ഇക്വലൻ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതൊക്കെയാണ് സിഗ്നൽസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഒരു സിഗ്നൽ എന്ന് പറഞ്ഞാൽ ആ ഒരു എയർ ഫ്ലോനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഇക്വലൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ എത്ര ബാറിന് ഇത്ര പ്രഷറിനെയാണ് നമ്മൾ അതിനെ സിഗ്നൽ എന്നുള്ള ഒരു ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ്, ഇപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സ് പഠിച്ചിട്ടുണ്ടാവും സയൻസ് ഓഫ് മെഷർമെൻറ്റിലൊക്കെ. പല ടൈപ്പ് സെൻസേഴ്സ് ഉണ്ട്. ആ സെൻസേഴ്സിലൊക്കെ എന്താ ചെയ്യുന്നത്, ഒരു ടേം ഇപ്പോൾ ഫോഴ്സ് ആയിക്കോട്ടെ, ഡിസ്പ്ലേസ്മെന്റ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനെ നമ്മൾ എന്തിനേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ സിഗ്നൽസിലേക്കായിട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ വോൾട്ടേജിൽ ഇലക്ട്രിക്കൽ ടേംസിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. സിമിലർലി ന്യൂമാറ്റിക് സിസ്റ്റത്തിലെ എന്താണ്, ഒരു ഫ്ലോ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, മൂവ്മെന്റ് ആയിക്കോട്ടെ, എല്ലാത്തിനെയും നമുക്ക് എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, എയർ പ്രഷർ ഡിഫറൻസ് പ്രഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫ്ലാപ്പർ നോസിൽ എന്ന് പറഞ്ഞൊരു ഡിവൈസ്. ഫ്ലാപ്പർ നോസിൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, മോസ്റ്റ് പ്രോപ്പർട്ടീസ്, അതായത് ഫ്ലോ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ടെമ്പറേച്ചർ ആയിക്കോട്ടെ, മൂവ്മെന്റ് ആയിക്കോട്ടെ, ഇതിനെല്ലാം എന്ത് ചെയ്യുന്നത് ഒരു പ്രഷർ ചേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്തിട്ട് പ്രഷർ ചേഞ്ച്, ഒരു മൂവ്മെന്റ് യൂസ് ചെയ്തിട്ട് പ്രഷർ ചേഞ്ച് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഇതാണ് ഈ ഫ്ലാപ്പർ നോസിൽ. ഇതാണ് നമ്മളെ ഈ മൊഡ്യൂളിൽ വരുന്ന പ്രോസസ് കൺട്രോൾ ന്യൂമാറ്റിക്സിൽ വരുന്ന ബാക്കി ഒരുപാട് ഇപ്പോൾ PID PI കൺട്രോളർ, ഒരുപാട് കൺട്രോളേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ആ കൺട്രോളേഴ്സിൻ്റെ ഒക്കെ ഒരു ബേസിക് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാപ്പർ നോസിൽ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഫ്ലാപ്പർ നോസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മൂവ്മെന്റിനെ, ലീനിയർ മൂവ്മെന്റിനെ ഒരു പ്രഷറിന്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഫ്ലാപ്പർ നോസിലിൻ്റെ ഒരു ഫിഗർ. ഇതിലെന്ത് ചെയ്യുന്ന ഒരു എയർ സപ്ലൈ ഈ സെറ്റ് ബാർ സപ്ലൈയിൽ ടിപ്പിക്കലി ആയിട്ട് 2 to 4 ബാർ സപ്ലൈ ആണ് ആ സപ്ലൈ പ്രഷറായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൺട്രോൾ വാൽവ് അല്ലെങ്കിൽ ഒരു നീഡിൽ വാൽവോ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ വാൽവ് യൂസ് ചെയ്തിട്ട് പ്രഷറിനെ ഈ നമുക്ക് 0.2 to 1 റേഞ്ചിലാണ് നമ്മളുടെ ന്യൂമാറ്റിക് സിസ്റ്റത്തിലെല്ലാം യൂസ് ചെയ്യുന്ന പറഞ്ഞു. ആ ഒരു റേഞ്ചിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റെസ്ട്രിക്ഷൻ വാൽവ് യൂസ് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നത്, നോൺ വെന്റിങ് വാൽവ് എന്ന് പറയും. അതായത് ഒരു ഡയറക്ഷൻ, ഈ റെസ്ട്രിക്ഷൻ വാൽവ് അപ്പർ ടു ഹയർ, അതായത് സപ്ലൈന്ന് ഔട്ട്പുട്ട് ഇപ്പോൾ ഈ ഫിഗറിലാണെങ്കിൽ അപ്പർ ടു ലോവറിലേക്ക് മാത്രമേ ഫ്ലോ അലോ ചെയ്യൂ. നോൺ വെന്റിങ് വാൽവാണ്, റിവേഴ്സ് ഫ്ലോ അലോ ചെയ്യില്ല. സോ ഇനി ഒരു ഇനീഷ്യൽ കേസിൽ ഈ ഫ്ലാപ്പർ നോസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലീനിയർ മൂവ്മെന്റിനെ എയർ ഫ്ലോയിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനീഷ്യലി ഇതേപോലെ ഈ ഫിഗറിലുള്ള പോലെ ഇരിക്കുകയാണെങ്കിൽ സപ്ലൈ പ്രഷർ വരുന്നു. സപ്ലൈ പ്രഷർ എയിലെ പ്രഷർ എന്തായിരിക്കും, സപ്ലൈ പ്രഷറിനേക്കാളും കുറവായിരിക്കും. ബിക്കോസ് ഓഫ് ദ പ്രഷർ ഡ്രോപ്പ്, റെസ്ട്രിക്ഷനിലെ പ്രഷർ ഡ്രോപ്പ് കൊണ്ട് കുറവായിരിക്കും. ഫസ്റ്റ് ഈ ഫ്ലാപ്പർ നോസിൽ ഈ കറണ്ട് പൊസിഷനിലാണെങ്കിൽ ഈ ഒരു ലൈനെയാണ് നമ്മൾ ഫ്ലാപ്പർ എന്ന് പറയുന്നത്. ഫ്ലാപ്പർ കറണ്ട് പൊസിഷനിലാണെങ്കിൽ എന്താ, ഈ വരുന്ന ഇൻകമിങ് എയർ, സപ്ലൈ ചെയ്യുന്ന എയർ, അതിന് ഇറ്റ് ക്യാൻ ഗോ ത്രൂ ഔട്ട്പുട്ട് പ്രഷറിലൂടെയും പോവാം, ഈ ഫ്ലാപ്പറിലുള്ള ഏരിയയിലുള്ള ഒരു ഗ്യാപ്പിലൂടെയും പോവാം. എയർലോസ് ജെറ്റിലൂടെയുള്ള എയറിന് എന്ത് കൂടെ പോവാം, ഈ ലെഫ്റ്റിലൂടെയും പോവാം, റൈറ്റിലൂടെയും പോവാം. റൈറ്റിലൂടെയും പോവാം. ഇനി എന്ത് ചെയ്യുക, ഫ്ലാപ്പർ മെല്ലെ റൈറ്റിലേക്ക്, അതായത് ഈ എക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഡിസ്റ്റൻസ്, ഈ എക്സ് റൈറ്റിലേക്ക് ഫ്ലാപ്പർ കുറേശ്ശെ മൂവ് ചെയ്ത് വയ്ക്കുക. ഫ്ലാപ്പർ ഇതിൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടുത്തെ ഓപ്പണിങ്, ലെഫ്റ്റ് സൈഡിലെ ഓപ്പണിങ് ക്ലോസ് ആയി വരിക. സോ അതിലൂടെയുള്ള ഫ്ലോ കുറയും. ടോട്ടൽ ഫ്ലോ എന്തായാലും നമുക്ക് കൺട്രോൾ ചെയ്യണം. സോ ലെഫ്റ്റ് സൈഡിലെ ഫ്ലോ കുറയുമ്പോൾ എന്തായിരിക്കും, ഔട്ട്പുട്ട് പ്രഷർ അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് വരും. ഫ്ലാപ്പർ കംപ്ലീറ്റ്ലി മൂവ് ചെയ്ത് ഈ എക്സ് എന്ന് പറഞ്ഞ പൊസിഷനിൽ എത്തുമ്പോഴേക്കും ഫുൾ സപ്ലൈ പ്രഷർ എന്തായിരിക്കും,
ഫുൾ സപ്ലൈ പ്രഷർ ഈസ് ഈക്വലൻ ടു ഔട്ട്പുട്ട് പ്രഷർ ആയിട്ട് മാറും. സോ നമ്മൾ എന്താ ഔട്ട്പുട്ട് പ്രഷർ എന്തിൻ്റെ ഒരു ടേംസിലാണ് പറയുന്നത്? ഈ ഔട്ട്പുട്ട് പ്രഷർ ഈസ് ഈക്വലൻ ടു ദ മൂവ്മെന്റ് ഓഫ് ഫ്ലാപ്പർ. ഫ്ലാപ്പർ എത്ര മൂവ് ചെയ്യുന്നോ, എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നോ അതിന് ഇക്വലന്റ് ആണ് ഈ ഔട്ട്പുട്ട് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലാപ്പർ കംപ്ലീറ്റ്ലി ലെഫ്റ്റ് സൈഡ് ആകുമ്പോൾ സപ്ലൈ പ്രഷർ യൂഷ്വലി ഇതിലൂടെ കൂടുതലും എന്തിലൂടെ പോവും? ഫ്ലാപ്പറിലൂടെ പോവും. ഫ്ലാപ്പർ മൂവ്മെന്റ് ഇത് ആ ഫ്ലാപ്പറിന്റെ അവിടെ ആ നോസിൽ അല്ലെങ്കിൽ ആ നോസിൽ അല്ലെങ്കിൽ ആ ഓപ്പണിങ് ക്ലോസ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് സിഗ്നൽ പ്രഷർ അല്ലെങ്കിൽ സപ്ലൈ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്പുട്ട് പ്രഷർ പറയും. സോ ഈ ഒരു ഫ്ലാപ്പറിന്റെ മൂവ്മെന്റിനനുസരിച്ചാണ് ഔട്ട്പുട്ട് പ്രഷർ വരുന്നത്. ഇതിനെ നമുക്കൊരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും. ഇത് കംപ്ലീറ്റ്ലി ലീനിയർ ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ഏരിയയിൽ, അതായത് ഈ 0.221 ബാറിൽ, അതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞു. സോ 0.221 ബാറിൽ ആ ഒരു റേഞ്ചിൽ ഈ ഒരു സിസ്റ്റം അപ്രോക്സിമേറ്റ്ലി ലീനിയർ എന്ന് പറയാം. സോ എൻറ്റയർലി ഫ്ലാപ്പർ ലെഫ്റ്റ് സൈഡ് ആയിരിക്കുമ്പോൾ ഫ്ലോ മെയിൻ സപ്ലൈ ഔട്ട്പുട്ട് സപ്ലൈയിലൂടെ അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്രഷർ 0 മേ ബി അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കും. ഫ്ലാപ്പർ കംപ്ലീറ്റ്ലി റൈറ്റിലേക്ക് വന്ന ഔട്ട്പുട്ട് പ്രഷർ മാക്സിമം ആയിരിക്കും. അതായിരിക്കും ആ ഫ്ലാപ്പറിന്റെ മൂവ്മെന്റിന് ഇക്വലന്റ് ആയിരിക്കും. ലീനിയർ അല്ല, എന്നാലും ഒരു ജസ്റ്റ് ഒരു ഏരിയയിലൊക്കെ ലീനിയർ ആയിരിക്കും. ഇനി ഇതിൻ്റെ ഒരു വേറെ ടൈപ്പ് ഫ്ലാപ്പറിൻ്റെ തന്നെ ഒരു എന്താണ്, ഒരു ഫ്ലാപ്പറിന് ഒരു ഡിഫറൻഷ്യൽ പ്രഷർ ട്രാൻസ്ഡ്യൂസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ പ്രഷർ ട്രാൻസ്ഡ്യൂസർ ആയിട്ടാണ് എങ്ങനെ യൂസ് ചെയ്യുന്നത്? ഇതിലെന്താ ഒരു ബെല്ലോസ്, ഈ ആ ഒരു ലൈക്ക് ബലൂൺ പോലെ അങ്ങനെയുള്ള ഒരു സാധനമാണ് ബെല്ലോസ് എന്ന് പറയുക. ബെല്ലോസിന്റെ രണ്ട് സൈഡിലും നമ്മൾ പ്രഷർ കൊടുക്കുന്നു. P1 P2 രണ്ട് സൈഡിലും പ്രഷർ കൊടുക്കുന്നു. ഈ ഇത് ഒരു സിമ്പിൾ ഡിഫറൻഷ്യൽ പ്രഷർ ട്രാൻസ്ഡ്യൂസർ ആണ്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, യൂസ്ഡ് ആസ് എ ഫ്ലോ ട്രാൻസ്മിറ്റർ ബൈ പ്രഷറിംഗ് ദ പ്രഷർ across the orifice plate. Used as a flow transmitter by measuring the pressure drop across a orifice plate. ഇതിന്റെ P1 P2 across ഉള്ള ഫ്ലോ ഡിഫറൻസ് എത്രയാണെന്ന് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ P1 P2 രണ്ട് പ്രഷർ ഉണ്ട്. സപ്പോസ് P1 ഈസ് ഗ്രേറ്റർ ദാൻ P2 എന്ന് അസ്യൂം ചെയ്യുക. P1 ഗ്രേറ്റർ ദാൻ P2 എന്ന് അസ്യൂം ചെയ്യുക. സോ ആ ഫ്ലാപ്പർ, ഈ ഒരു ലൈനാണ് ഫ്ലാപ്പർ എന്ന് പറയുന്നത്. ഫ്ലാപ്പർ എങ്ങോട്ടാണ് അപ്പം മൂവ് ചെയ്യുക? P1 ഈസ് ഗ്രേറ്റർ ദാൻ P2 ആണ്. സോ എന്ത് ചെയ്യും? ഫ്ലാപ്പർ വിൽ മൂവ് ടു റൈറ്റ്. ഫ്ലാപ്പർ P1 ഗ്രേറ്റർ ദാൻ P2 ആയതുകൊണ്ട് തന്നെ ഫ്ലാപ്പർ വിൽ മൂവ് ടു റൈറ്റ്. അതായത് ടോപ്പ് ഓഫ് ദ ഫ്ലാപ്പർ ഈസ് മൂവ്ഡ് ടു റൈറ്റ് അണ്ടിൽ ഫോഴ്സ് എന്ത് ചെയ്യും? അത് എത്ര വരെ മൂവ് ചെയ്യും? ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്. സ്പ്രിങ് ഒരു ഫോഴ്സ് തിരിച്ച് ഫ്ലാപ്പറിന്റെ സൈഡിലേക്ക് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ P1 മൈനസ് P2 ആ സ്പ്രിങ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും അത് ഈക്വൽ ആവുന്നത് വരെ P1 മൈനസ് P2 ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ P1 മൈനസ് P2 വിച്ച് ഈസ് മാച്ച്ഡ് ബൈ ദ ഫോഴ്സ് ഇൻ ദ സ്പ്രിങ്. സ്പ്രിങ്ങിന്റെ എക്സ്റ്റൻഷനും ആ P1 മൈനസ് P2 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും ഈക്വൽ ആവുന്നത് വരെ ആ ഫ്ലാപ്പർ റൈറ്റിലേക്ക് മൂവ് ചെയ്യും. സോ ഫ്ലാപ്പർ നോസിൽ ഗ്യാപ്പ് എന്തായിരിക്കും? ഫ്ലാപ്പറിന്റെ മൂവ് ചെയ്ത് അപ്പോൾ ഫ്ലാപ്പർ കംപ്ലീറ്റ്ലി ചിലപ്പോൾ മൂവ് ചെയ്യില്ല, ഡിപ്പെൻസ് അപ്പോൺ ദ സ്പ്രിങ്. നേരത്തെ പോലെ ഫ്ലാപ്പർ കംപ്ലീറ്റ്ലി ഈ നോസിൽ ക്ലോസ് ചെയ്യില്ല. സോ ഔട്ട്പുട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ ഔട്ട്പുട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു ഫ്ലാപ്പറിന്റെ മൂവ്മെന്റിന് ഇക്വലന്റ് ആണ് എന്ന് പറഞ്ഞു. ഇക്വലന്റ് ആണ് അല്ലെ, അതിനനുസരിച്ചാണ് ഔട്ട്പുട്ട് പ്രഷർ ചേഞ്ച് വരുന്നത്. ഈ ഫ്ലാപ്പറിന്റെ മൂവ്മെന്റിനെ ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് എന്താ? P1 മൈനസ് P2 ആണ്. സോ നമുക്ക് പറയാം പ്രഷർ ഡിഫറൻസ് P1 മൈനസ് P2 ആണ് ഈ ടോട്ടൽ ഔട്ട്പുട്ട് പ്രഷറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഇത്. അതായത് ഓറിഫിസ് പ്ലേറ്റ്, ഈ P1 മൈനസ് P2 ഒരു ഓറിഫിസ് പ്ലേറ്റ് ആണ്. ഓറിഫിസ് പ്ലേറ്റിലുള്ള പ്രഷർ ചേഞ്ച്, പ്രഷർ ഡിഫറൻസ്, അതാണ് നമ്മൾ ആ P1 മൈനസ് P2 പറഞ്ഞ പ്രഷർ ഡിഫറൻസ് ആണ് നമ്മളെ ടോട്ടൽ സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് പ്രഷർ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന്. സോ അതിന്റെ ആ ഔട്ട്പുട്ട് പ്രഷറിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? K ഈക്വൽ ടു P1 മൈനസ് P2 ഓർ P2 മൈനസ് P1 ഡിപ്പെൻസ് അപ്പോൺ which is higher. So output K equal to P2 minus P1 plus C,
where K and C are constant. K and C are constant. ഇതാണ് ഒരു ഫ്ലാപ്പർ നോസിൽ യൂസ് ചെയ്തിട്ടുള്ള സിമ്പിൾ ഡിഫറൻഷ്യൽ പ്രഷർ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഇനി ഈ സിസ്റ്റവും ഫ്ലാപ്പർ നോസിൽ പോലെ തന്നെ നോൺ ലീനിയർ ആണ്. ഇതിൻ്റെയൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ എയർ എന്ത് ചെയ്യുക, ലീക്കേജ് ആയി പോവുകയാണ്. ഫ്ലാപ്പറിലൂടെ പോകുന്ന എയർ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ അല്ല, ആ സ്മോൾ ലോസ് ഉണ്ടാവുകയാണ്. അതിനൊരു നമ്മൾ ഒരു സീൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കവറിങ്ങിൻ്റെ ഉള്ളിൽ ഈ ഫ്ലാപ്പർ നോസിൽ യൂസ് ചെയ്യാം, എന്നാലും മേ ബി സം സോർട്ട് ഓഫ് ലീക്കേജ് ഉണ്ടാവാം. ഇതിൻ്റെ ലീക്കേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് സപ്ലൈ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എയർ ആംപ്ലിഫയർ അല്ലെങ്കിൽ വോള്യം, ഒരു കോൺസ്റ്റന്റ് വോള്യം ഓഫ് എയർ അതിന് സപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഡിവൈസ് യൂസ് ചെയ്യും, ലൈക്ക് വോള്യം ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് യൂസ് ചെയ്യും. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.